ഇന്ന് നമ്മൾ നോക്കുന്നത് 1/8/2026 നടത്തിയ 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 4 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 73/2026. നമ്മളിത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ഫൈനൽ ആൻസർ കീ എന്തെങ്കിലും ചേഞ്ച് ഉള്ളതോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയതോ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, PM ശ്രീ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, 2023 ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുന്നത്. നാലാമത്തെ പ്രസ്താവന, പ്രധാൻ മന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ പദ്ധതി വഴി 14,500-ലധികം വിദ്യാർത്ഥികളുടെ വികസനം ലക്ഷ്യമിടുന്നു. ഏത് പദ്ധതി വഴി? PM ശ്രീ പദ്ധതി വഴി. ഇനി PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. പ്രധാൻ മന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. എന്താണ്? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇത് അംഗീകാരം നൽകിയത് 2022 സെപ്റ്റംബർ 7-നാണ്. 2022 സെപ്റ്റംബർ 7-നാണ്. അപ്പൊ 5 വർഷ കാലയളവിലേക്കാണ് ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വർഷത്തേക്കിനാണ്? 5 വർഷ കാലയളവിലേക്കാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എന്താണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? അപ്പൊ ഇവിടെ ഓപ്ഷൻ എ മമ്മൂട്ടി, ഓപ്ഷൻ ബി MG വാസുദേവൻ നായർ, ഓപ്ഷൻ സി VS അച്യുതാനന്ദൻ, ഓപ്ഷൻ ഡി വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. MG വാസുദേവൻ നായരാണ്. 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്തത് MG വാസുദേവൻ നായരാണ്. അപ്പൊ 2026 പത്മ വിഭൂഷൺ ലഭിച്ച മലയാളിയാണ് ആര്? VS അച്യുതാനന്ദൻ, KT തോമസ്, ശ്രീ P നാരായണൻ തുടങ്ങിയവരൊക്കെ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചവരാണ്. VS അച്യുതാനന്ദനുണ്ട്, KT തോമസ്, ശ്രീ P നാരായണൻ. അപ്പൊ അത് പത്മവിഭൂഷൺ ലഭിച്ച മലയാളികളാണ്. ഇനി പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് ആരൊക്കെ? മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. പത്മഭൂഷൺ ലഭിച്ചവര് മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനുമാണ്. പത്മശ്രീ ലഭിച്ച മലയാളികളാണ്. അത് AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ തുടങ്ങിയവരാണ് പത്മശ്രീ ലഭിച്ച മലയാളികൾ. AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസം ധനസഹായം നൽകുന്നു. രണ്ടാമത്തെ പ്രസ്താവന, 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമണും ഗുണഭോക്താക്കൾ. മൂന്നാമത്തെ പ്രസ്താവന, സംസ്ഥാനത്ത് സ്ഥിര താമസമാക്കിയവർക്ക് മാത്രം ആനുകൂല്യം. നാലാമത്തെ പ്രസ്താവന, 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പ്രസ്താവനകൾ ഒന്നുമില്ല, എല്ലാം ശരിയാണ്. പദ്ധതി പ്രകാരം 1000 രൂപയാണ് പ്രതിമാസം ധനസഹായം നൽകുന്നത്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ് വുമണും ഗുണഭോക്താക്കളാണ്. സംസ്ഥാനത്ത് സ്ഥിര താമസമാക്കിയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. പിന്നീട് 2026 ഫെബ്രുവരിയിലാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി, അത് ഏതാണ്? പ്രജ്വല സ്കോളർഷിപ്പ്. അത് 18-നും കണക്ട് ടു വർക്ക് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് പ്രജ്വല സ്കോളർഷിപ്പ് എന്ന് പറയും. അതിന്റെ ഏജ് എന്ന് പറയുന്നത് 18-നും 30-നും ഇടയ്ക്കാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ്? ആകെ 2 മലയാളികൾക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. അത് മോഹൻലാലിനും അടൂർ ഗോപാലകൃഷ്ണനുമാണ്. അടൂർ ഗോപാലകൃഷ്ണന് ലഭിക്കുന്നത് 2004-ലും മോഹൻലാലിനാണെങ്കിൽ 2023-ലുമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം PBG റാംജി എന്നാണ്. ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ്. അപ്പൊ ഇത് 2026 ജൂലൈ 1 തൊട്ടാണ്
2026 ജൂലൈ 1 അന്നാണ് പ്രാബല്യത്തിൽ വരുന്നത്. 2026 ജൂലൈ 1 പ്രാബല്യത്തിൽ വരുന്നു. ഇനി ബില്ല് അവതരിപ്പിച്ചത് അത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങളാണ്. ഈ സാധാരണ സ്റ്റേറ്റിലെ കേന്ദ്ര സംസ്ഥാന ഫണ്ടിന്റെ അനുപാതം ചോദിച്ചാൽ എത്രയാണ്? അത് 60:40 ആണ് കേട്ടോ. സാധാരണ സംസ്ഥാനങ്ങളിലെ കേന്ദ്ര സംസ്ഥാന ഫണ്ടിന്റെ അനുപാതം അത് ചോദിച്ചാൽ 60:40 ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആസാമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സർവീസസ് ആണ്. ആസാമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീമാണ് അത് സർവീസസ് ആണ്. അപ്പൊ ആരെയാണ് തോൽപ്പിച്ചത്? റണ്ണറപ്പ് കേരളമാണ്. റണ്ണറപ്പ് കേരളമാണ്. ഈ സർവീസസിന്റെ 8ാമത് കിരീട നേട്ടമാണ് കേട്ടോ. 8ാമത് സന്തോഷ് ട്രോഫി കിരീട നേട്ടമാണ് സർവീസസിന്റെ. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, നാൽക്കാലികളെക്കാളും താഴെയാണ് ഇക്കാണും മാനുഷ സോദരന്മാർ. ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെയാണ്? ആൻസർ ആയിട്ട് വരുന്നത് പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. പ്രൊവിഷണലാണേ. പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. ഇപ്പൊ കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് അത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അദ്ദേഹം എന്താണ്? സാഹിത്യത്തിലൂടെയാണ് രാഷ്ട്രീയ വിമർശനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ്. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്? അത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അദ്ദേഹത്തെ കേരള ലിങ്കൺ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി R വൈരമുത്തു ആണ്. എന്നാൽ 2026 ഹരിവരാസനം പുരസ്കാരം ചോദിച്ചത് അത് തിരുവിഴ ജയശങ്കർ ആണ്. 2026 ഹരിവരാസനം പുരസ്കാരം ചോദിച്ചത് തിരുവിഴ ജയശങ്കർ ആണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, 2026 ദ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഡൽഹിയാണ്. 2026 ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം അത് ഡൽഹിയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാ? ഒന്നാമത്തെ പ്രസ്താവന, ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. ഉത്തർപ്രദേശ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നാണ് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന, വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, സുവർണ ചതുഷ്കോണം ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. മൂന്നാമത്തെ പ്രസ്താവന, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. ഇപ്പൊ വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇതിന്റെ ദൈർഘ്യം ചോദിച്ചാൽ 4076 കിലോമീറ്റർ ആണ് ദൈർഘ്യം എന്ന് പറയുന്നത്. തെക്ക് വടക്ക് ഇടനാഴി എന്ന് പറയുന്നത് 4076 കിലോമീറ്റർ ദൈർഘ്യമാണ്. ഇനി സുവർണ ചതുഷ്കോണം ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ആണ് സുവർണ ചതുഷ്കോണം പദ്ധതി ബന്ധിപ്പിക്കുന്നത്. ഇനി കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ആണെങ്കിൽ അത് ആസാമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ പോർബന്ദറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. 3640 ആണ്. 3640 കിലോമീറ്റർ ആണ് ഏതിന്റെ? കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. മറ്റേത് 4076 ആണ് വടക്ക് തെക്ക്. അടുത്തത്, രാജസ്ഥാനിലെ പ്രധാന ഉപ്പ് തടാകം ഏതാണ്? രാജസ്ഥാനിലെ പ്രധാന ഉപ്പ് തടാകം ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ സാമ്പാർ തടാകമാണ്. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകമാണ് സാമ്പാർ തടാകം എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ അത് ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. പിന്നീട് കാശ്മീരിലെ കിരീടത്തിന്റെ രത്നം എന്നറിയപ്പെടുന്ന തടാകം ഏതാ? കാശ്മീരിലെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്നത് അത് ദാൽ തടാകമാണ്. ഇനി ലോകത്തിലെ ഒഴുകുന്ന ഒരേ ഒരു തടാകം ഏതാണ്? ലോകത്തിലെ ഒഴുകുന്ന ഒരേ ഒരു തടാകം അത് ലോക്താക്ക് ആണ്. ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മണിപ്പൂരിലാണ്. ലോക്താക്ക് മണിപ്പൂരിലാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഭിലായി ഏത് സംസ്ഥാനത്താണ്?
ഛത്തീസ്ഗഡിലാണ്. ഭിലായി ഛത്തീസ്ഗഡിലാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. റൂർക്കേലയാണെങ്കിൽ ഒഡീഷയിലാണ് കേട്ടോ. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയാണ്. റൂർക്കേല ഒഡീഷ ജർമ്മനിയിലാണ്. ഇനി ദുർഗാപൂർ അത് വെസ്റ്റ് ബംഗാളിലാണ്. ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. ബ്രിട്ടന്റെ സാങ്കേതിക സഹായത്തോടെയാണ്. ഇനി ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ്. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രപരമായി ധാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായിട്ട് തിരിക്കാം. അവ ഏതാണ്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ മരുസ്ഥലിയും രാജസ്ഥാൻ ഭാഗവുമാണ്. അപ്പം ഭൂമിശാസ്ത്രപരമായിട്ട് ധാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അതാണ് മരുസ്ഥലി, രാജസ്ഥാൻ ഭാഗർ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കോറമാൻഡൽ തീരമാണ്. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലം അത് കോറമാൻഡൽ തീരമാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ചോദിച്ചാൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മുംബൈ CST ആണ്. ഛത്രപതി ശിവജി ടെർമിനൽ മുംബൈ CST. ഇനി സെൻട്രൽ ആണെങ്കിൽ അത് മുംബൈ CST ആണ്. പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? പൂർവം അത് കൊൽക്കത്തയാണ്. പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത. പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം അത് മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. പശ്ചിമം മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ചെന്നൈ ആണ്. ഇനി ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഉത്തര റെയിൽവേയുടെ ആണെങ്കിൽ ന്യൂഡൽഹി. പൂർവമാണെങ്കിൽ അത് കൊൽക്കത്ത. പശ്ചിമം അത് മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം? ആൻസർ ആയിട്ട് വരുന്നത് 1923 ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം 1923 ഇതാണെങ്കിൽ 1930 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ നിയന്ത്രണത്തിലായി. 1930 1936 ഓൾ ഇന്ത്യ റേഡിയോ വരുന്നത്. 1957 അത് എന്തായിട്ട് മാറി? ആകാശവാണിയായിട്ട് മാറി. 1957 ആകാശവാണിയായിട്ട് മാറിയത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭൗമ താപോർജ്ജ നിലയമായ മണികരൺ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഭൗമ താപോർജ്ജമായിട്ടുള്ള മണികരൺ അത് ഹിമാചൽ പ്രദേശാണ്. ഇപ്പൊ ചൂട് നീരുറവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ കേന്ദ്രമാണ് മണികരൺ എന്ന് പറയുന്നത്. ചൂട് നീരുറവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ കേന്ദ്രമാണ് മണികരൺ. പിന്നീട് ലഡാക്കിൽ ഒരെണ്ണമുണ്ട് കേട്ടോ. ലഡാക്കിലെ പുഗാർ താഴ്വര എന്ന് പറയും. ഭൗമ താപോർജ്ജത്തിന് ഉദാഹരണമാണ് ലഡാക്കിലെ പുഗാർ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി രാംനാഥ് കോവിന്ദ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് പുതിയ സംവിധാനമായ നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്താണ്? പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന പുതിയ സംവിധാനമായിട്ടുള്ള നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ്. അപ്പൊ ഇത് നിലവിൽ വന്നത് 2015 ജാനുവരി 1 2015 ജാനുവരി 1 ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അത് അശോക് കുമാർ ലാഹിരിയാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. CEO ആരാണ്? അത് അനുരാഗ് ജെയിൻ ആണ്. CEO അനുരാഗ് ജെയിൻ ആണ്. ചെയർമാൻ അറിയാം നരേന്ദ്രമോദിയാണ്. ഇനി ഇത് ചോദിക്കാം, രാജ്യത്തെ ആദ്യത്തെ നിക്ഷേപ സൗഹൃദ സൂചിക പുറത്തിറക്കിയത് അത് നീതി ആയോഗാണ്. രാജ്യത്തെ ആദ്യത്തെ നിക്ഷേപ സൗഹൃദ സൂചിക അത് പുറത്തിറക്കിയത് അത് നീതി ആയോഗാണ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായിട്ട് ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായിട്ട് ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി താമരയാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ USA ബന്ധത്തെ കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായി US
സെന്റോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായി US സീറ്റോ സെന്റോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. ഓപ്ഷൻ ബി, അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. ഓപ്ഷൻ സി, ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എയും ബിയും സിയും ശരിയായിട്ടുള്ളതാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? അപ്പൊ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി, ഫസൽ അലി കമ്മീഷൻ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തില് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷനാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം അത് ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യയാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാണ്? ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി, ഭൂദാൻ പ്രസ്ഥാനമാണ്. ആരാണ്? വിനോബ ഭാവെയുടെയാണ്. ഈ ചിപ്കോ പ്രസ്ഥാനം ആരുടെയാണ്? ചിപ്കോ പ്രസ്ഥാനം അത് സുന്ദർലാൽ ബഹുഗുണയുടെയാണ്. സുന്ദർലാൽ ബഹുഗുണ 1973 ഹരിജൻ സേവക സംഘ് ആരുടെയാണ്? ഹരിജൻ സേവക സംഘ് അത് ഗാന്ധിജിയുടെയാണ്. ഹരിജൻ സേവക സംഘ് ഗാന്ധിജിയുടെയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ലക്നൗ ഉടമ്പടി ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലകനും മുഹമ്മദ് അലി ജിന്നയും ചേർന്നിട്ടാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഗോവ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. ഓപ്ഷൻ ബി, സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്കായി ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ധർ കമ്മീഷൻ. ഓപ്ഷൻ സി, 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യ ഒരു സോവറൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നില്ല. ഓപ്ഷൻ ഡി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം തന്നെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. സംസ്ഥാനങ്ങളുടെ ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്കായിട്ട് ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ധർ കമ്മീഷൻ എന്നുള്ളത് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫൈനൽ അല്ലേ, പ്രൊവിഷണൽ ആണ്. ഈ ഗോവ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നടപടിക്രമം ഏത് പേരിലാണ്? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 21 സുരക്ഷിതമായിട്ടുള്ള റോഡ് യാത്രയ്ക്ക് ഉള്ള അവകാശം ആർട്ടിക്കിൾ 21. ഇപ്പം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഇനി നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം ഇവ പറയുന്നത് ആർട്ടിക്കിൾ 14. 6 മൗലിക സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നതാണെങ്കിൽ അത് ഏതാണ്? ആർട്ടിക്കിൾ 19. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 19. ഇനി ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 32. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ തൂഫാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, മയക്കുമരുന്നാണ്. ഓപ്പറേഷൻ തൂഫാൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 32ാമത്തെ ക്വസ്റ്റ്യൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തിരിക്കുന്നത്? ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി, ആനന്ദമഠമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തത്? ആനന്ദമഠമാണ്. ആനന്ദമഠം. അപ്പൊ ഈ ആനന്ദമഠത്തിലെ പ്രധാന കഥാപാത്രം ചോദിക്കാം. ഭവാനന്ദൻ എന്നാണ് പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഭവാനന്ദൻ. ഇത് ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഏത് രാഗത്തിലാണെന്ന് ചോദിച്ചാൽ ദേശരാഗമാണ്. ദേശരാഗമാണ്. ഏത് INC സമ്മേളനത്തിനാണ് ആദ്യമായിട്ട് ആലപിച്ചത് എന്ന് ചോദിച്ചാൽ 1896
കൊൽക്കത്ത INCയുടെ സമ്മേളനത്തിലാണ് 1896 കൊൽക്കത്ത INC സമ്മേളനത്തിലാണ് ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നത്. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവിന്റെയാണ്. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? 1921ലാണ്. 1921ലാണ്. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ നേവി ബ്ലൂ ആണ്. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം നേവി ബ്ലൂ ആണ്. ഈ അശോക ചക്രത്തില് എത്ര ആരക്കാലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 24 ആണ്. 24 ആരക്കാലുകളാണ്. ഇനി അതിന്റെ കുങ്കുമ നിറം എന്തിനെയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? കുങ്കുമ നിറം അത് ധൈര്യം, ത്യാഗം, ദൃഢത എന്നിവയെ പ്രതിനിധാനം ചെയ്താണ് കുങ്കുമ നിറം. നടുക്ക് വരുന്ന വെള്ളയാണെങ്കിലോ അത് വിശുദ്ധി, വിശ്വാസം, സമാധാനം തുടങ്ങിയവയൊക്കെയാണ് കേട്ടോ. വിശുദ്ധി, വിശ്വാസം, സമാധാനം. ഇനി പച്ചയാണെങ്കിൽ ഏതാണ്? സമൃദ്ധി, ബലഭൂയിഷ്ഠത. സമൃദ്ധിയും ബലഭൂയിഷ്ഠതയാണ് പച്ച നിറം. 37ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ദേശീയ ഗാനം പാടുന്നത് ശങ്കരാഭരണമാണ്. ഓപ്ഷൻ ബി ശങ്കരാഭരണമാണ്. ഈ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം ചോദിച്ചാല് അത് 52 സെക്കൻഡ് ആണ്. 52 സെക്കൻഡ് ആണ്. ആദ്യം ആലപിച്ചത് ആരാണെന്ന് വെച്ചാൽ ടാഗോർ ആണ് കേട്ടോ. ടാഗോർ ആണ് ആദ്യം ഈ ദേശീയ ഗാനം ആലപിച്ച ആദ്യത്തെ വനിത ആരാണെന്ന് വെച്ചാൽ അത് സരളാദേവി. വനിത ചോദിച്ചാൽ സരളാദേവി ചൗധരാണിയാണ്. സരളാദേവി ചൗധരാണിയാണ്. ദേശീയ ഗാനം ഏത് INC സമ്മേളനത്തിലാണ്? 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA മാരുടെ എണ്ണം? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 11 ആണ്. എന്നാൽ കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? വനിതാ മന്ത്രിമാർ എത്രയുണ്ടെന്ന് വെച്ചാൽ 2 പേരാണ്. ബിന്ദു കൃഷ്ണയും KA തുളസിയാണ് കേട്ടോ. ബിന്ദു കൃഷ്ണ. വനിതാ ശിശുക്ഷേമം, തൊഴിൽ, ക്ഷീരവികസനം ബിന്ദു കൃഷ്ണയാണ്. KA തുളസി മണ്ഡലം കോങ്ങാടാണ്. കോങ്ങാട്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ. SIR താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? SIR ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി വോട്ടർ പട്ടികയാണ്. SIR വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചതെന്ന്? കോക്രോച്ച് ജനതാ പാർട്ടി 2026 മെയ് 16. 2026 മെയ് 16 കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്. 2026 മെയ് 16 ഇതിന്റെ സ്ഥാപകൻ ആരാണ്? സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയാണ് കേട്ടോ. സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. രണ്ടാമത്തെ പ്രസ്താവന പെരിയാർ നദിയുടെ തീരത്ത് ആറന്മുള, ചെങ്ങന്നൂർ, മാരാമൺ, എടത്വ തുടങ്ങിയ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന പ്രശസ്തമായ ശിവരാത്രി മഹോത്സവം നടക്കുന്ന ആലുവ പെരിയാറിന്റെ തീരത്താണ്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 1, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. പ്രശസ്തമായിട്ടുള്ള ശിവരാത്രി മഹോത്സവം നടക്കുന്നത് അത് ആലുവ പെരിയാറിന്റെ തീരത്താണ്. ഇനി ഈ പെരിയാർ നദിയുടെ ആറന്മുള, ചെങ്ങന്നൂർ, മാരാമൺ, എടത്വ തുടങ്ങിയ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അത് പമ്പാ നദിയുടെ തീരത്താണ്. ആറന്മുള, ചെങ്ങന്നൂര്, മാരാമൺ, എടത്വ തുടങ്ങിയ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അത് പമ്പാ നദിയുടെ തീരത്താണ്. ശങ്കരാചാര്യര് പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് എന്ന് പറയുന്നത് അത് പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ. അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ പറയപ്പെടുന്ന പേരെന്താണ്? അർത്ഥശാസ്ത്രത്തില് ചൂർണി എന്നറിയപ്പെടുന്നു. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നാണ് അറിയപ്പെടുന്നത്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്.
42ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കബനി, ഭവാനി, പാമ്പാറാണ്. കബനി, ഭവാനി, പാമ്പാറാണ്. കബനി നദിയുടെ ഉത്ഭവം ചോദിച്ചാൽ എവിടെയാണ്? അത് തൊണ്ടാർമുടിയാണ്. തൊണ്ടാർമുടി. ഈ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് എന്ന് പറയുന്നത് കബനി എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി എന്ന് പറയുന്നത്. ഭവാനി നദി അത് നീലഗിരിയിൽ നിന്നാണ്. നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പാമ്പാറാണെങ്കിൽ അത് ബെന്മൂർ ആണ്. ബെന്മൂറിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ബെന്മൂർ. ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും പാമ്പാറാണ്. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി ചോദിച്ചാലും പാമ്പാറാണ്. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്ത് പ്രശസ്തമായ ശാസ്ത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന, മാമാങ്കം നടക്കുന്ന തിരുനാവായ ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്താണ്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ശുദ്ധജല തടാകമാണ്. ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്താണ് പ്രശസ്തമായിട്ടുള്ള ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാമാങ്കം നടക്കുന്നത് അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. മാമാങ്കം നടക്കുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. രണ്ടാമത്തെ പ്രസ്താവന, പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് അത് മൂലമറ്റത്താണ്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ്. ഈ ഇടുക്കി ജലവൈദ്യുത ശേഷിയുടെ സ്ഥാപിത ശേഷി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ, കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അത് ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ഉസ്മാനാണ്. സ്പീക്കർ ആണെങ്കിൽ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. മണ്ഡലം കോട്ടയം മണ്ഡലമാണ്. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി റോജി എം ജോൺ ആണ്. റോജി എം ജോൺ ആണ്. ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പും വഖഫ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അത് എൻ ഷംസുദ്ദീൻ ആണ്. പൊതുവിദ്യാഭ്യാസം വഖഫ് കൈകാര്യം ചെയ്യുന്നത് എൻ ഷംസുദ്ദീൻ ആണ്. ബിന്ദു കൃഷ്ണയാണെങ്കിൽ വനിതാ ശിശുക്ഷേമം ഒക്കെയാണ് കേട്ടോ. ക്ഷീരവികസനം, വനിതാ ശിശുക്ഷേമം ഇതൊക്കെ ബിന്ദു കൃഷ്ണയാണ്. അടുത്ത 47ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ അരേ സമാജ സ്ഥാപകൻ. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരേ സമാജം. ഈ കായൽ സമ്മേളനം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 1913 കായൽ സമ്മേളനം നടന്നത് 1913. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ്. ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അത് തിരുവനന്തപുരമാണ്. അടുത്തത് 49ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതെന്ന് തിരിച്ചറിയുക, കണ്ടെത്തുക. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ജി വി രാജ പുരസ്കാരമാണ്. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതാണ്? ജി വി രാജ പുരസ്കാരമാണ്. ഇപ്പൊ ഈ കേരളത്തിലെ കായിക ദിനം കേരളത്തിലെ കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ 13. അത് ഗോദവർമ്മ രാജയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 13 കേരള കായിക രംഗത്തിന്റെ പിതാവ് എന്നാണ് ഗോദവർമ്മ രാജ അറിയപ്പെടുന്നത്. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. രണ്ടാമത്തെ പ്രസ്താവന, നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയായിട്ട് കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രസ്താവന,
ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. രണ്ടാമത്തെ പ്രസ്താവന, കല്ലുമാല സമരം സംഘടിപ്പിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ചു, സാധുജന പരിപാലന യോഗം സംഘടിപ്പിച്ചു. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അത് വൈകുണ്ഠ സ്വാമികളാണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കർത്താവായ വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു. മൂന്നാമത്തെ പ്രസ്താവന, 1846 കോട്ടയത്ത് മാന്നാനത്ത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പേരില് നാടകം പ്രസിദ്ധീകരിച്ചു. ഇനി സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെ അത് ചെറുത്തു. ഇനി 1846 കോട്ടയത്ത് മാന്നാനത്ത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ, പാലിയൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, 1947 മുതൽ 1948 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന, കൊച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ചന്റെ ചേന്നമംഗലത്തുള്ള വീടിനു ചുറ്റുമുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, സത്യാഗ്രഹികൾ ഒരാളായ A.G. വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 1947 മുതൽ 1948 മാർച്ച് വരെ നടന്ന പാലിയൻ സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. കൊച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ചന്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കുവാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. സത്യാഗ്രഹികൾ ഒരാളായ A.G. വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. അപ്പൊ 1947 ഡിസംബർ 4 സി കേശവൻ പാലി സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചിരുന്നു. 1947 ഡിസംബർ 4 സി കേശവൻ പാലി സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചു. ഇനി 1948 കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തത്. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയതാര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, സ്ത്രീ ധർമ്മ സമത്വ സമാജം സ്ഥാപിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള വചനമായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള വചനമായിരുന്നു. പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായവ. ഇനി സമത്വ സമാജം അത് വൈകുണ്ഠ സ്വാമികളുടെയാണ്. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ടി കേശവൻ, ടി.എം. വർഗീസ്, N.V. ജോസഫ്, P.K. കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്ത് അടിസ്ഥാനത്തിന് പകരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, ഉത്തരവാദ ഭരണം നേടുന്നതിനായിട്ട് പട്ടം എ താണുപിള്ള ആദ്യ പ്രസിഡന്റായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. സി കേശവൻ, ടി.എം. വർഗീസ്, N.V. ജോസഫ്, P.K. കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. എന്നാണ് ആ നിവർത്തന പ്രക്ഷോഭം? 1932 ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്ത് അടിസ്ഥാനത്തിന് പകരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഉത്തരവാദ ഭരണം നേടുന്നതിനായിട്ട് പട്ടം എ താണുപിള്ള ആദ്യ പ്രസിഡന്റായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. 57ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് A.K. ഗോപാലനാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെ പട്ടിണി ജാഥ 1936 പട്ടിണി ജാഥ
അത് AK ഗോപാലനാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുത വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടിയാണ്. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുത വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരാണ്? അത് ഷൺമുഖം ചെട്ടിയാണ്. ഈ വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് AR മേനോൻ, ഇക്കണ്ട വാര്യർ, CR ഇയുണ്ണി തുടങ്ങിയവര്. AR മേനോൻ, ഇക്കണ്ട വാര്യര്, CR ഇയുണ്ണി തുടങ്ങിയവരാണ് വൈദ്യുത പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവര്. 59ാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. രണ്ടാമത്തെ പ്രസ്താവന 90 മാപ്പിള കലാപകാരികളിൽ 61 പേർ തൃശൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗണിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണമടഞ്ഞു. മൂന്നാമത്തെ പ്രസ്താവന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ്. അപ്പൊ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. മലബാർ കലാപത്തിന്റെ വർഷം 1921 അപ്പൊ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് പോയത് കേട്ടോ. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗണിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണമടഞ്ഞു. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം എന്ന് പറയുന്നത്. 1921 നവംബർ 10-നാണ് കേട്ടോ. 1921 നവംബർ 10-നാണ് വാഗൺ ട്രാജഡി നടക്കുന്നത്. ഈ വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ചോദിച്ചാൽ AR നേപ്പ് കമ്മീഷനാണ്. AR നേപ്പ് കമ്മീഷനാണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ മയക്കുമരുന്നിന്റെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ തൂഫാനാണ്. കേരളത്തിലെ മയക്കുമരുന്നിനെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ ലഹരി മരുന്നിന്റെ ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. ലഹരി മരുന്നിന്റെ ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. അടുത്തത് 61ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിന്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ മെനിഞ്ചസ് ആണ്. മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ മെനിഞ്ചസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 62ാമത്തെ ക്വസ്റ്റ്യൻ ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധ രക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ധമനികളാണ്. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് ധമനി എന്ന് പറയുന്നത്. ഈ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് അത് സിരയാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് അത് സിരകളാണ്. അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. അടുത്തത് വിറ്റാമിൻ എ ആണെങ്കിൽ നിശാന്തത സീറോഫ്താൽമിയാണ്. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണെങ്കിൽ അത് സ്കർവി ഉണ്ടാകുന്നു. വിറ്റാമിൻ ഇ ആണെങ്കിൽ അത് വന്ധ്യത. 64ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കാർസിനോജനുകൾ. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് കാർസിനോജനുകൾ എന്ന് വിളിക്കുന്നു. ഈ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മ ജീവികളെ അറിയപ്പെടുന്ന പേരാണ് പാത്തോജനുകൾ എന്ന് അറിയപ്പെടുന്നു. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെ അറിയപ്പെടുന്ന പേരാണ് പാത്തോജനുകൾ എന്നറിയപ്പെടുന്നു. ഈ രോഗപ്രതിരോധത്തിനായിട്ട് ശരീരം ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനെ അറിയപ്പെടുന്ന പേരാണ് ആന്റിബോഡികൾ എന്നറിയപ്പെടുന്നു. രോഗപ്രതിരോധത്തിനായിട്ട് ശരീരം ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനെ അറിയപ്പെടുന്ന പേരാണ് ആന്റിബോഡികൾ എന്നറിയപ്പെടുന്നു. 65ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്. എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവാണ് വർദ്ധിക്കുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്.
വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏതിന്റെ അളവാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെയാണ്. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ, കടൽ തീരങ്ങളിലും ഉപ്പ് രസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കണ്ടൽ വനങ്ങളാണ്. കടൽ തീരങ്ങളിലും ഉപ്പ് രസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിലാണ്? കണ്ടൽ വനങ്ങൾ എന്നറിയപ്പെടുന്നു. 67ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപാദകരായി കണക്കാക്കപ്പെടുന്നത്? പ്രാഥമിക ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. ഹരിത സസ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അവയെന്താണ്? സൂര്യപ്രകാശം ഉപയോഗിച്ച് സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് ഹരിത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണികളാണ് ബാക്ടീരിയകൾ അഥവാ വിഘാടകരൊക്കെ. ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണികളാണ് വിഘാടകർ. 68ാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്, CFCകളാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ താലോലമാണ്. ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളായിട്ടും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളായിട്ടും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഈ ആരോഗ്യ കിരണം പദ്ധതി എന്ന് പറയുന്നത് അത് സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായിട്ടുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നത് ആരോഗ്യ കിരണമാണ്. സംസ്ഥാനത്ത് 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായിട്ടുള്ള രോഗികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. ഈ ആശ്വാസ കിരണം പദ്ധതി എന്ന് പറയുന്നത് അത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം എന്ന് പറയുന്നത്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി. ഇനി മാതൃയാനം പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ഇത് പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും എന്താണ് വീട്ടിലേക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി എന്ന് പറയുന്നത്. 70ാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിള ഏത്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ഏലക്കയാണ്. ഏലക്ക. ഇനി സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ചന്ദ്രനിൽ ഒരു വസ്തുവിന് ദ്രവ്യമാനം കുറയുന്നു. നാലാമത്തെ പ്രസ്താവന, ചന്ദ്രനിൽ ഒരു വസ്തുവിന്റെ ഭാരം കുറയുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്, ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു, പിന്നീട് ചന്ദ്രനിൽ ഒരു വസ്തുവിന്റെ ഭാരം കുറയുന്നു. ഈ ദ്രവ്യമാനം അഥവാ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് ദ്രവ്യമാനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിനെ ദ്രവ്യമാനം എന്ന് പറയുന്നു. അപ്പൊ ഈ ചന്ദ്രനിലാണെങ്കിൽ ചന്ദ്രനിൽ ഗുരുത്വാകർഷണം ഭൂമിയേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഭാരം കുറയുന്നുണ്ട്. അടുത്ത 73ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഉയർന്ന ദ്രവണാങ്കമാണ്. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം ഉയർന്ന ദ്രവണാങ്കമാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, തുരുമ്പ് പ്രധാനമായിട്ടും എന്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അയൺ ഓക്സൈഡ് ആണ്. തുരുമ്പ് പ്രധാനമായിട്ടും എന്താണ്? അയൺ ഓക്സൈഡ് ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ താപ ശോഷക പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ പ്രകാശ സംശ്ലേഷണം, ഓപ്ഷൻ ബി കൽക്കരിയുടെ കത്തൽ, ഓപ്ഷൻ സി ശ്വസനം, ഓപ്ഷൻ ഡി ന്യൂട്രലൈസേഷൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രകാശ സംശ്ലേഷണമാണ് താപ ശോഷക പ്രവർത്തനം. ബാക്കി ഈ കൽക്കരിയുടെ കത്തൽ, ശ്വസനം, ന്യൂട്രലൈസേഷൻ തുടങ്ങിയവയൊക്കെ താപമോചക പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. കാരണം? ഓപ്ഷൻ എ ബഹിരാകാശത്ത് ഗുരുത്വാകർഷണമില്ല, ഓപ്ഷൻ ബി നൗകയും യാത്രികരും ഒരുമിച്ച് സ്വാതന്ത്ര്യ പതനത്തിലാണ്, ഓപ്ഷൻ സി നൗക ഗുരുത്വാകർഷണ ബലത്തെ തടയുന്നു, ഓപ്ഷൻ ഡി അന്തരീക്ഷത്തിന് മുകളിൽ എത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം 0 ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. നൗകയും യാത്രികരും ഒരുമിച്ച് സ്വാതന്ത്ര്യ പതനത്തിലാണ്. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടണം. നൗകയും യാത്രികരും ഒരുമിച്ച് സ്വാതന്ത്ര്യ പതനത്തിലാണ്. അടുത്ത
77ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിൽ അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ പകൽ സമയത്ത് ആകാശം ഏത് നിറത്തിലാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കറുപ്പ് നിറത്തിലാണ്. ഇപ്പൊ ഭൂമിയിൽ അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ പകൽ സമയത്ത് ആകാശം കറുപ്പ് നിറത്തിലാണ്. ഈ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം അത് പ്രകാശത്തിന്റെ വിസരണമാണ്. ആകാശത്തിലെ നീല നിറത്തിന് കാരണം അത് പ്രകാശത്തിന്റെ വിസരണമാണ്. ഇനി അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ, ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, അപവർത്തനം മൂലമാണ്. ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നത് അപവർത്തനം മൂലമാണ്. അപ്പൊ ഈ അപവർത്തനം എന്ന് പറയുന്നത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശരശ്മികൾക്ക് എന്താണ് ദിശാ വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ, ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നു, കാരണം എന്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നു. ഇതിന് കാരണമാണ് പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ വായുവിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡും. ഈ വായുവിൽ ശബ്ദത്തിന്റെ വേഗത അത് 343 മീറ്റർ/സെക്കൻഡും ആണ് കേട്ടോ. വായുവിൽ ശബ്ദവേഗത ചോദിച്ചാൽ 343 മീറ്റർ/സെക്കൻഡുമാണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത്? ഓപ്ഷൻ എ വിനാഗിരി, ഓപ്ഷൻ ബി നാരങ്ങ നീര്, ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, ഓപ്ഷൻ ഡി നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത്. അപ്പൊ ഈ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് അത് ബേസ് ആണ്, ചാരം. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ക്ഷാരങ്ങൾ അഥവാ ബേസ് ആണ്. അതിനൊരു ഉദാഹരണമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വിനാഗിരി, നാരങ്ങ നീര്, നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതൊക്കെ എന്താണ്? നീല ലിറ്റ്മസിന് ഇതൊക്കെ ആസിഡ് ആണ് കേട്ടോ. വിനാഗിരി, നാരങ്ങ നീര്, നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് തുടങ്ങിയവയൊക്കെ ആസിഡുകളാണ്. അപ്പൊ ഈ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുകയാണ് ചെയ്യുന്നത്. ആസിഡ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിന്ന് 80 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓക്കെ.